വേറൊരു ഇത് കാണുന്നത് ഇപ്പോ നമ്മുടെ ചികിത്സയിൽ വന്നിട്ടുള്ള ആൾക്കാരുടെ വീക്ഷണത്തിൽ വരുന്ന വ്യത്യാസമാണ്. പല ആൾക്കാരും വളരെ വില കൂടിയ ചികിത്സകൾ, അതുപോലെ മെട്രോ സിറ്റീസിലാണ് ഇത് കൂടുതലും ഈ ഒരു കൾച്ചർ ഇപ്പൊ വരുന്നത്. കാരണം നമ്മളിപ്പോ ഇൻഷുറൻസ് ബേസ്ഡ് ആണ്. അപ്പോ വില കൂടിയ ഒരുപാട് ടെസ്റ്റുകൾ ചിലരുടെയൊക്കെ ബുക്കിന്റെ ഇത് കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. വലിയ വലിയ ഡയറി പോലെ അത്രയധികം ടെസ്റ്റുകൾ, 30-31 ടെസ്റ്റുകൾ ഉൾപ്പെട്ട ചെക്കപ്പുകൾ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഇത് കൊല്ലത്തിന് ഒരിക്കൽ ഈ ടെസ്റ്റുകളും ചെക്കപ്പുകളും ചെയ്യുന്നതിൽ യാതൊരുവിധ കാര്യവും പ്രമേഹ രോഗ ചികിത്സയുടെ കാര്യത്തിൽ നോക്കുമ്പോൾ ഇല്ല എന്നുള്ളതാണ് സത്യം. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ HbA1c എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് അത്ര വലിയ വലിയ വില കൂടിയതല്ല. ആ ടെസ്റ്റിന്റെ യൂട്ടിലിറ്റി വരുന്നത് എപ്പോഴാണ്? കൃത്യമായ രീതിയിലുള്ള മരുന്ന് കഴിക്കുകയും അതിനോട് നമുക്ക് FBSO PPVSO എന്നൊക്കെ പറയുന്നത് ടാർഗറ്റിലേക്ക് എത്തുകയും ചെയ്തിട്ടും പ്രമേഹ രോഗത്തിന്റെ കോംപ്ലിക്കേഷൻസ് വരുമ്പോഴാണ് HbA1c ഉള്ളൂ. നമ്മൾ ഗുളികയെ കഴിക്കുന്നതിൽ മാറ്റം വരുത്തുക. ഇപ്പൊ 30-ല് 3 ദിവസം ഗുളിക വിട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മൾ 10% ട്രീറ്റ്മെന്റ് ഫെയിലിയർ വരുന്നുണ്ട്. 10% കൂടുതൽ. നമ്മൾ സാധാരണ 30-ല് 3 വളരെ കോമൺ ആയിട്ട് കാണുന്നതാ. അത് ട്രീറ്റ്മെന്റ് ഫെയിലിയർ വരുന്നുണ്ട് എന്നുള്ള വിവരം ഡോക്ടറോട് പറയാതെ നമ്മൾ ഈ HbA1c എന്ന് പറയുന്ന ടെസ്റ്റ് റിസൾട്ട് മാത്രം വെച്ച് കാണുന്ന ഒരുപാട് ട്രീറ്റ്മെന്റ് പ്രോട്ടോകോളുകൾ, വലിയ വലിയ പ്രത്യേകിച്ച് മെട്രോ സിറ്റീസുകളിൽ നിന്ന് വരുന്ന ട്രീറ്റ്മെന്റുകളിലാണ് ഇത് കാണാറുള്ളത്. ആൾക്കാർ ട്രീറ്റ്മെന്റ് ചെയ്ത് ഇതിന്റെ അടിസ്ഥാനത്തിൽ വളരെ വില കൂടിയ മരുന്നുകളിലേക്ക് 2 രൂപ കൊണ്ട് തീരുന്ന മരുന്നിന് പകരം 20 രൂപ 30 രൂപ വിലയുള്ള മരുന്ന്. കാരണം ആദ്യത്തെ മരുന്ന് കഴിക്കാത്തതാണ് ട്രീറ്റ്മെന്റ് ഫെയിലിയർ ആവാൻ കാരണം. ഈ കാര്യം ഡോക്ടറോട് പറയാതിരിക്കുമ്പോൾ ഡോക്ടർ എന്താ വിചാരിക്കുന്നത്? ഈ 2 രൂപയുടെ മരുന്ന് ഈ രോഗിക്ക് ഫലപ്രദമല്ല എന്ന് പറഞ്ഞ് ആ ഡോക്ടർ 20 രൂപയുടെ മരുന്ന് എഴുതുന്നു. 20 രൂപയുടെ മരുന്നും കഴിക്കുന്നതിൽ വരുന്ന പാളിച്ച ഡോക്ടറോട് പറഞ്ഞില്ലെങ്കിൽ ഡോക്ടർ മനസ്സിലാക്കുന്നത് എന്താണ്? ഈ മരുന്നും ഈ രോഗിക്ക് ഫലപ്രദമല്ല. അപ്പൊ 30 രൂപയുടെ മരുന്നിലേക്ക് പോകുന്നു. ഇങ്ങനെ വില കൂടിയ മരുന്നുകൾ, പ്രത്യേകിച്ച് നമുക്കിപ്പോ ഒരു ഫാഷനബിൾ ആയി മാറിയിട്ടുണ്ട്. ഇഷ്ടംപോലെ മരുന്നിന് വേണ്ടിയിട്ടുള്ള ഇൻജെക്റ്റബിൾ എന്ന് പറയുന്നു, പിന്നെ വിക്ടോസ എന്നൊക്കെ പറയുന്ന മരുന്നുകൾ, പിന്നെ അങ്ങനത്തെ ഒരുപാട് മരുന്നുകൾ മാർക്കറ്റിൽ ഇറങ്ങുന്നു. 2 രൂപയുടെ മരുന്നിന് റിസൾട്ട് കിട്ടാതിരിക്കുന്നതിന്റെ കാരണം നമുക്ക് പലപ്പോഴും തേടി പോകാറില്ല. കാരണം ഇത് ഈ വില കൂടിയ മരുന്നുകൾ, വില കൂടിയ ട്രീറ്റ്മെന്റുകൾ, വില കൂടിയ പ്രോട്ടോകോളുകൾ, ഇതൊക്കെ ഇതിൽ രോഗികളിലേക്ക് ഇതാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ രോഗികൾ കൃത്യമായ ഡയറി കീപ്പ് ചെയ്യുകയും ഈ വിവരങ്ങൾ ഡോക്ടറോട് പറയുകയുമാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇത് കഴിഞ്ഞിട്ട് മാത്രമാണ് വില കൂടിയ ടെസ്റ്റുകൾക്കും വില കൂടിയ മരുന്നുകൾക്കും ചികിത്സയിൽ സ്ഥാനമുള്ളൂ. ഇതാണ് ഇന്നത്തെ വീഡിയോന്റെ ടോപ്പിക്.